പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് കാൻഷിറാംജിയെ സ്മരിക്കാനാണ്. അദ്ദേഹം വെറുമൊരു നേതാവല്ല, ഇന്ത്യയുടെ അധികാര കസേരകളിൽ പാവപ്പെട്ടവന് ഇടമുണ്ടാകണമെന്ന് സ്വപ്നം കണ്ട വിപ്ലവകാരിയാണ്. കാൻഷിറാംജി എപ്പോഴും ഒരു പേന കയ്യിൽ കരുതുമായിരുന്നു. ആ പേനയുടെ ഭൂരിഭാഗവും 85% മഷിയും എഴുതാനുള്ള നിബ്ബുമാണ്. എന്നാൽ അതിന്റെ മുകളിലിരിക്കുന്ന ചെറിയ മൂടി വെറും 15% മാത്രമാണ്. രാഷ്ട്രീയത്തിൽ രണ്ട് തരം ആളുകളാണുള്ളത്. ഒരാൾ പറയുന്നു എനിക്കിങ്ങനെ ഒരു പേന വേണമെന്ന്, മറ്റൊരാൾ പറയുന്നു എനിക്ക് വേറൊരു പേന വേണമെന്ന്. എനിക്ക് വേണ്ടത് എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന ഒരു പേനയാണ്. സമൂഹത്തിൽ ആരും പിന്നിലാകരുത്. ഇന്ത്യ പുരോഗതി കൈവരിക്കുകയാണെങ്കിൽ ഏതൊരു വിഭാഗത്തിലെയും ദരിദ്രനായ കുട്ടിക്ക് ആ പുരോഗതിയിൽ പങ്കുണ്ടാകണം. നമ്മൾ ഇന്ന് ഇന്ത്യയെ നോക്കിയാൽ, നമ്മുടെ സ്ഥാപനങ്ങളെ നോക്കിയാൽ, അത് നീതിന്യായ വ്യവസ്ഥയോ മന്ത്രിസഭയോ ഉദ്യോഗസ്ഥ വൃന്ദമോ വിദ്യാഭ്യാസ സമ്പ്രദായമോ കോർപ്പറേറ്റ് ഇന്ത്യയോ ആകട്ടെ, നിങ്ങളൊന്ന് പരിശോധിക്കൂ. അല്പം ആഴത്തിൽ നോക്കിയാൽ ആ 85% ആളുകളെ അവിടെ എങ്ങും കാണാൻ കഴിയില്ല. നിങ്ങളിന്ന് വീട്ടിൽ പോയിട്ട് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 500 കമ്പനികളുടെ പേര് നോക്കൂ. അവരുടെ സിഇഒമാരുടെയും സീനിയർ മാനേജ്മെന്റിന്റെയും പേര് നോക്കൂ. അവിടെ എത്ര ദളിതർ, ആദിവാസികൾ, പിന്നാക്കക്കാർ, അതിപിന്നാക്കക്കാർ, ന്യൂനപക്ഷങ്ങളുണ്ടെന്ന് നോക്കൂ. ഒരാളെപ്പോലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അദാനിജിയുടെ കമ്പനിയിൽ പോയി നോക്കൂ. അവിടെ ഒരു ദളിതനെയോ പിന്നാക്കക്കാരനെയോ കാണില്ല. ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ പോയി ഡോക്ടർമാരുടെ പേര് വായിച്ചു നോക്കൂ. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഈ രാജ്യം എല്ലാവരുടേതുമാണെന്നാണ്. ഒരാൾക്കൊരു വോട്ട്, എത്രയാണോ ജനസംഖ്യ അത്രയും പങ്കാളിത്തമെന്നാണ് ഭരണഘടന പറയുന്നത്. എല്ലാവരും തുല്യരാണെന്നത് പറയുന്നു. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് ആ 85% കാണാം. അവിടെ അവരുണ്ട്. ഈ ഹാള് പണിത തൊഴിലാളികളുടെ ലിസ്റ്റ് എടുത്തു നോക്കൂ. അവർ പിന്നാക്കക്കാരും ദളിതരും ന്യൂനപക്ഷങ്ങളുമായിരിക്കും. എന്നാൽ കരാറുകാരൻ മറ്റൊരാളായിരിക്കും. ഈ സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ആശുപത്രികളിലും സർവകലാശാലകളിലും ആളുകൾക്ക് പ്രവേശനം കിട്ടുമായിരുന്നു. അഭിമുഖത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പോയിരുന്നു. കുട്ടികളെ പുറത്താക്കാനുള്ള വഴിയാണ് അഭിമുഖം. നിങ്ങളുടെ ജാതി ചോദിക്കുന്നു, അഭിമുഖത്തിൽ തോൽപ്പിക്കുന്നു. RSSന്റെ ഉന്നത സമിതികളിൽ ഒരു OBCയെയോ ദളിതനെയോ ആദിവാസിയെയോ കാണാൻ കഴിയില്ല. അപ്പോൾ പോരാട്ടം വ്യക്തമാണ്. ഒരു വശത്ത് 85% ജനങ്ങളിരിക്കുന്നു. അവരോട് പറയുന്നു ഈ രാജ്യം നിങ്ങളുടേതല്ലെന്ന്. ഭരണഘടനയെക്കുറിച്ച് ഞാൻ മുമ്പ് ചിന്തിച്ചിരുന്നത് അത് സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുതിയ ഒരു പുസ്തകം മാത്രമാണെന്നാണ്. അംബേദ്കർജിയുടെ ഭരണഘടനയാണെന്ന് നമ്മൾ പറയുന്നു. എന്നാൽ ഇതിൽ ഇന്ത്യയുടെ ആയിരക്കണക്കിന് വർഷത്തെ ശബ്ദമുണ്ട്. നാരായണ ഗുരു, ബസവണ്ണ, അംബേദ്കർജി, ഗാന്ധിജി, ഗൗതം ബുദ്ധൻ എന്നിവരുടെ എല്ലാം ശബ്ദം ഈ ഭരണഘടനയിലുണ്ട്. എന്നാൽ ഇതിന്റെ വിരുദ്ധ ആശയക്കാരായ സാവർക്കറുടെയോ നാഥുറാം ഗോഡ്സെയുടെയോ ശബ്ദം ഇതിലില്ല. നരേന്ദ്രമോദി ഈ ഭരണഘടനയുടെ ആശയങ്ങളെ വിശ്വസിക്കുന്നില്ല. അംബേദ്കർജിയെക്കുറിച്ചും കാൻഷിറാംജിയെക്കുറിച്ചും നിങ്ങൾ പറഞ്ഞു, അവർ ഉണങ്ങിയ റൊട്ടി കഴിക്കുമായിരുന്നുവെന്ന്. അംബേദ്കർജിയെക്കുറിച്ച് പലരും പലതും പറയുന്നു. അദ്ദേഹം കൊളംബിയയിൽ പഠിച്ചു, ദളിതർക്കു വേണ്ടി പോരാടി, ബുദ്ധിജീവിയായിരുന്നുവെന്നൊക്കെ. എന്നാൽ പ്രധാന കാര്യം അദ്ദേഹം ഒത്തുതീർപ്പുകൾക്ക് തയ്യാറായില്ല എന്നതാണ്. കാൻഷിറാംജി ഒത്തുതീർപ്പ് നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെയുണ്ടായില്ലായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായാലും 24 മണിക്കൂറും ദളിതർക്കു വേണ്ടി സംസാരിച്ചാലും ഒത്തുതീർപ്പ് നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹം അംബേദ്കർ ആവില്ലായിരുന്നു. ഗാന്ധിജിയിലും അംബേദ്കറിലും കാൻഷിറാംജിയിലുമുള്ള പ്രത്യേകത അവർ ഒത്തുതീർപ്പ് നടത്തിയില്ല എന്നതാണ്. സാവർക്കറിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത് ഇതാണ്. ഗാന്ധിജി 15 വർഷം ജയിലിൽ കിടന്നു, പക്ഷേ ഒത്തുതീർപ്പ് നടത്തിയില്ല. നിങ്ങൾ മോദിയുടെ മുഖമൊന്നു നോക്കൂ. ഇത് അവരുടെ ഒന്നികര സംഘടനയുടെ പഴയ ശീലമാണ്. പാർലമെന്റിൽ ഇന്നലെ ഞാൻ കോംപ്രമൈസ്ഡ് എന്ന വാക്കുപയോഗിച്ചു. സ്പീക്കർ ഉടനെ പറഞ്ഞു അത് പാടില്ലെന്ന്. ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിൽ മോദി ഒത്തുതീർപ്പ് നടത്തിയിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ ലഭിക്കുന്നില്ല. അമേരിക്ക പറയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന്, നമ്മൾ ഉടനെ അത് കേൾക്കുന്നു. ഹർദീപ് പുരിയെ എണ്ണമന്ത്രിയാക്കിയത് ആദ്യത്തെ ഒത്തുതീർപ്പാണ്. മറ്റൊരു കാര്യം, കോൺഗ്രസ് പാർട്ടി ഒരു ദരിദ്രമായ പാർട്ടിയാണെന്നും എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പണക്കാരാണെന്നും നിങ്ങൾ പറഞ്ഞു. നമുക്കൊരു പണക്കാരുടെ പാർട്ടിയാകാൻ ആഗ്രഹമില്ല. ഗാന്ധിജിയുടെ കാലം മുതലുള്ള ഡിസൈൻ ഇതാണ്. പണക്കാരുടെ പാർട്ടിയാകുന്ന ദിവസം അത് BJP ആയി മാറും. നമുക്ക് ദരിദ്രരുടെ പാർട്ടിയാണ് വേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലത്താണ് എനിക്കിത് മനസ്സിലായത്. ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരപ്പിച്ചു. ഞാൻ വിചാരിച്ചു നമ്മൾ കുടുങ്ങിയല്ലോ എന്ന്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തടസ്സവുമുണ്ടായില്ല. അത് മുന്നോട്ടു പോയി. ഇതാണ് ആശയങ്ങളുടെ പാർട്ടി. ഇതിനെ BJPക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. ഗാന്ധിജിയുടെയും അംബേദ്കർജിയുടെയും ജ്യോതിബ ഫുലെയുടെയും പാതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മളിലാണ്. ജാതി സെൻസസ് നടത്തുമെന്ന് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ദളിതർക്കും പിന്നാക്കക്കാർക്കും ആദിവാസികൾക്കും ഇന്ത്യയുടെ അധികാരഘടനയിൽ ഇടം ലഭിക്കും. ഞാൻ ഈ പോരാട്ടം ഉപേക്ഷിക്കില്ല. സൈക്കോളജിക്കലായി നരേന്ദ്രമോദി അവസാനിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ തോൽവി ആദ്യം സംഭവിക്കുന്നത് മനസ്സിലാണ്. അവിടെ തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പുറത്തും സംഭവിക്കും. കോൺഗ്രസ് പ്രവർത്തകരും ദളിതാദിവാസി സഹോദരങ്ങളും ചേർന്നാണ് മോദിയെ തകർത്തത്.
മോദി ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും അദാനിക്ക് നൽകി. അദാനി ഒരു സാധാരണ കമ്പനിയല്ല, അത് ബിജെപിയുടെ ഫിനാൻഷ്യൽ സിസ്റ്റമാണ്. അമേരിക്കക്കാർ ഇത് പിടികൂടി, അതുകൊണ്ടാണ് അവിടെ കേസെടുത്തത്. ആ കേസ് അദാനിക്കെതിരെയല്ല, മോദിക്കെതിരെയുള്ള സന്ദേശമാണ്. അവരുടെ വാക്ക് കേട്ടില്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം മുഴുവൻ തുറന്നുകാട്ടുമെന്ന ഭീഷണി അതിലുണ്ട്. നരേന്ദ്രമോദി ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ല, അദ്ദേഹം അമേരിക്കയുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ കൃഷിമേഖല വിദേശികൾക്കായി തുറന്നുകൊടുത്തു. 4 മാസം മുൻപ് ഞാൻ അമേരിക്കൻ ട്രേഡ് ഡീൽ എന്തുകൊണ്ട് വൈകുന്നു എന്ന് അന്വേഷിച്ചിരുന്നു. കൃഷിക്കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നായിരുന്നു അന്ന് കിട്ടിയ മറുപടി. എന്നാൽ പാർലമെന്റിൽ ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് പ്രധാനമന്ത്രി പുറത്തേക്ക് പോയി 15 മിനിറ്റിനുള്ളിൽ ട്രംപിനെ വിളിച്ച് ഡീൽ ഒപ്പിടുമെന്ന് പറഞ്ഞു. 4 മാസം വിട്ടുവീഴ്ച ചെയ്യാതിരുന്ന കാര്യം 15 മിനിറ്റിൽ എന്തിനു ചെയ്തു? കാരണം അദ്ദേഹം ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിയിരിക്കുന്നു. നമ്മുടെ ഡേറ്റ മുഴുവൻ അമേരിക്കയ്ക്ക് നൽകി. ചൈനയെ നേരിടാൻ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഡേറ്റ ആവശ്യമാണ്. 20 വർഷത്തേക്ക് അവർക്ക് ടാക്സ് ഹോളിഡേ നൽകി. ഓരോ വർഷവും 9 ലക്ഷം കോടി രൂപയുടെ സാധനങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുമെന്നുറപ്പ് നൽകി. അങ്ങനെ വന്നാൽ നമ്മുടെ ചെറുകിട ബിസിനസ്സുകൾ എന്തു ചെയ്യും? നമ്മുടെ കർഷകർ എന്തു ചെയ്യും? ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിലും മോദി കീഴടങ്ങി. എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് അമേരിക്ക തീരുമാനിക്കുന്നു. മോദി ഇപ്പോൾ സറണ്ടറായി കഴിഞ്ഞു. ഇന്ത്യയെ മാറ്റാനുള്ള വലിയൊരവസരം നമ്മുടെ മുന്നിലുണ്ട്. വെറുതെ തെരഞ്ഞെടുപ്പ് ജയിക്കുക മാത്രമല്ല, പാവപ്പെട്ടവർക്കും ദളിതർക്കും പിന്നാക്കക്കാർക്കും അധികാരം നൽകുന്ന രാഷ്ട്രീയം വേണം. അതിന് മുദ്രാവാക്യം മാത്രം പോരാ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാകണം. ഉത്തർപ്രദേശിൽ എനിക്ക് മരിക്കാൻ പോലും തയ്യാറുള്ള 100 പേരെ കിട്ടിയാൽ മതി, ലക്ഷ്യം പൂർത്തിയാകും. ഇവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്, എനിക്ക് വെറും 100 പേർ മതി. അംബേദ്കറിന്റെയും ഗാന്ധിജിയുടെയും ഭരണഘടനയാണ് എനിക്ക് ഏറ്റവും വലുത്. മരിക്കുന്നതുവരെ അതിനെ സംരക്ഷിക്കും. എല്ലാവർക്കും നന്ദി. ജയ് ഭീം, ജയ് ഭാരത്.